ഹിന്ദി ഹൃദയഭൂമിയിൽ മറ്റൊരു തിരഞ്ഞെടുപ്പ് കളം കൂടി ചൂടുപിടിക്കുമ്പോൾ കടുത്ത മത്സരമായിരിക്കും വരാനിരിക്കുന്നത് എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. ഹരിയാന മൂന്നാമതും പിടിച്ചെടുക്കാൻ ബിജെപിയും പോയ കാലത്തിന്റെ പ്രതാപം തിരിച്ചുപിടിക്കാനുള്ള നീക്കങ്ങളുമായി കോൺഗ്രസും സജീവമാണ്. എങ്ങനെയും അധികാരത്തിലെത്താനുള്ള തത്രപ്പാടിലാണ് ജെ. വലിയ പ്രതീക്ഷകളില്ലെങ്കിലും ഒരു കൈ നോക്കാമെന്ന മട്ടിൽ ആം ആദ്മിയും സാന്നിധ്യം അറിയിച്ച് രംഗത്തുണ്ട്. ലോക്സഭാ തിരഞ്ഞെടുപ്പിലേതുപോലൊരു ട്രെൻഡ് ഇത്തവണയും ആവർത്തിച്ചാൽ ഹരിയാനയിൽ കാര്യങ്ങൾ ഒരുപക്ഷെ കോൺഗ്രസിന് അനുകൂലമായേക്കും. എന്നാൽ തിരഞ്ഞെടുപ്പിലേക്കുള്ള സ്ഥാനാർത്ഥി ടിക്കറ്റ് വിതരണം അടുത്തതോടെ കോൺഗ്രസിനുള്ളിൽ മറഞ്ഞിരുന്ന സ്വരച്ചേർച്ചകൾ ഉയർന്നു കേൾക്കുകയാണ്. ഇലക്ഷന് മുന്നോടിയായി ജില്ലാ ഭാരവാഹികളെ തിരഞ്ഞെടുക്കാനുള്ള യോഗത്തിൽ ഒരു പക്ഷത്ത് ഭൂപേന്ദർ സിംഗ് ഹൂഡ പക്ഷവും മറുപക്ഷത്ത് ശൈലജകുമാരി പക്ഷവും ചേരിതിരിഞ്ഞ് പരസ്യമായി ഏറ്റുമുട്ടുകയാണ്. ഇലക്ഷന് മുന്നോടിയായി പ്രാദേശിക യൂണിറ്റുകൾ യോഗങ്ങൾ നടത്തുന്നതിനിടെയാണ് നേതാക്കൾ ശാരീരികമായും പരസ്പരം തെറിവിളിച്ചും ഏറ്റുമുട്ടുന്നത്. കഴിഞ്ഞ ദിവസം കർണാലയിൽ നടന്ന യോഗത്തിൽ പരസ്യമായി ഇരു ഗ്രൂപ്പിലെയും അണികൾ തമ്മിൽ പരസ്യ വാക്കേറ്റമുണ്ടായി. AICC നിരീക്ഷകർ ജില്ലാ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുമ്പോഴായിരുന്നു ഏറ്റുമുട്ടൽ. കർണാൽ, രോഹ്ടക്, അംബാല എന്നിവിടങ്ങളിലും കോൺഗ്രസ് നേതാക്കൾ ഗ്രൂപ്പ് തിരിഞ്ഞ് ഏറ്റുമുട്ടി. സ്ഥാനാർത്ഥി നിർണയത്തിലെ അവഗണനയ്ക്ക് പിന്നാലെ ജാതി അധിക്ഷേപം നേരിട്ടതോടെയാണ് മുതിർന്ന നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ കുമാരി ശൈലജ പ്രചരണ രംഗത്തെത്താതെ ഇടഞ്ഞു നിന്നത്. സ്ഥാനാർത്ഥിയാകുമെന്ന് ശൈലജ വളരെ നേരത്തെ പരസ്യമായി പ്രഖ്യാപിച്ച ഉറ്റ അനുയായിയായ ഡോക്ടർ അജയ് ചൗധരിക്ക് പോലും ഭൂപേന്ദർ സിംഗ് ഹൂഡ സീറ്റ് നൽകിയില്ല. ശൈലജയോട് അടുപ്പമുള്ളവരിൽ സ്ഥാനാർത്ഥിത്വം ലഭിച്ചത് വെറും 11 പേർക്ക് മാത്രമാണ്. 30 മുതൽ 35 സീറ്റെങ്കിലും തനിക്കൊപ്പമുള്ളവർക്ക് വേണമെന്ന് അവർ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഹൂഡ പക്ഷത്തിന്റെ വെട്ടിനിരത്തൽ. 12-ന് സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായപ്പോൾ AICC പുറത്തിറക്കിയ പട്ടികയിലുള്ളവർക്ക് ആശംസ നേർന്ന് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇട്ടതൊഴിച്ചാൽ ശൈലജ കാര്യമായ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടില്ല. ഹരിയാനയുടെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപക് ബാബ്രിയ ഹൂഡയ്ക്ക് വേണ്ടി ചരട് വലിക്കുന്നുവെന്ന ആരോപണം ശൈലജ പക്ഷം നേരത്തെ ഉയർത്തിയിരുന്നു. ഹൂഡയ്ക്ക് മേൽക്കൈ ഉറപ്പാക്കുന്ന നീക്കങ്ങളാണ് തുടർച്ചയായി നടന്നതും. സംസ്ഥാനത്തെ 18 SC സംവരണ മണ്ഡലങ്ങളിൽ പോലും ദലിത് നേതാവായ ശൈലജ പറഞ്ഞവർക്ക് സീറ്റ് കിട്ടിയില്ല. ഇതോടെയാണ് ഭൂപേന്ദർ സിംഗ് ഹൂഡയ്ക്കും MP ആയ മകൻ ദീപേന്ദർ ഹൂഡയ്ക്കുമെതിരെ സുർജേവാല, ശൈലജ കുമാരി, കിരൺ ചൗധരി എന്നിവരുടെ ഗ്രൂപ്പിലുള്ളവർ പരസ്യമായി മുദ്രാവാക്യം മുഴക്കി രംഗത്തെത്തിയത്. ഒടുവിൽ പ്രശ്നം പരിഹരിക്കാൻ കേന്ദ്ര നേതാക്കൾക്ക് ഇടപെടേണ്ടി വന്നു. അടുത്ത ഹരിയാന സർക്കാർ ഭൂപേന്ദർ സിംഗ് ഹൂഡയുടെ നേതൃത്വത്തിൽ രൂപീകരിക്കുമെന്നും ഹരിയാന കോൺഗ്രസിലെ ഒരേയൊരു നേതാവ് ഹൂഡയാണെന്നും ഒരു വിഭാഗം പറയുന്നു. എന്നാൽ എല്ലാ സമിതികളിലും തങ്ങൾക്കും പങ്കാളിത്തം വേണമെന്ന പിടിവാശിയിലാണ് സുർജേവാല, ശൈലജകുമാരി പക്ഷത്തെ നേതാക്കൾ. കോൺഗ്രസിന്റെ ജില്ലാതല അധ്യക്ഷന്മാരെ തിരഞ്ഞെടുക്കുന്ന യോഗത്തിലാണ് ചേരിതിരിഞ്ഞ് അടിപൊട്ടുന്നത്. AICC നിരീക്ഷകർക്ക് ഒന്നും പ്രവർത്തിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. ഇത് സംബന്ധിച്ച റിപ്പോർട്ട് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ഉദായ് ഇബാൻ നൽകുമെന്ന് നേതാക്കൾ പറയുന്നു. ഹിസാർ, ജിന്ദ്, കുരുക്ഷേത്ര, പാനിപത്ത് ജില്ലകളിൽ AICC നിരീക്ഷകർ നടത്തിയ ആദ്യ യോഗത്തിലാണ് ഭിന്നത മറനീക്കി പുറത്തു വന്നത്. വിവിധ ഗ്രൂപ്പുകളിൽപ്പെട്ടവർ ചേരിതിരിഞ്ഞ് ഈ യോഗങ്ങളിൽ മുദ്രാവാക്യം മുഴക്കി വഴക്കുണ്ടാക്കുകയായിരുന്നു. സുർജേവാലയും കുമാരി ശൈലജയും AICC പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെയെ ഡൽഹിയിൽ കണ്ട് കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. ജില്ലാ ഭാരവാഹികളായി തിരഞ്ഞെടുക്കപ്പെട്ടവർ എല്ലാം ഭൂപേന്ദർ ഹൂഡ പക്ഷക്കാരാണെന്ന് ശൈലജകുമാരി ആരോപിക്കുന്നു. ഇതിനിടെ രോഹ്തക്കിൽ നടന്ന യോഗത്തിൽ AICC കോർഡിനേറ്ററായ ദീപക് പഥക് തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള അടുത്ത ഹരിയാനയിലെ കോൺഗ്രസ് സർക്കാരിനെ ദീപക് ഹൂഡ തീരുമാനിക്കും എന്ന പ്രസ്താവന നടത്തിയതും വലിയ വഴക്കിന് കാരണമായി. യുമാന നഗറിലും ഗ്രൂപ്പ് തിരിഞ്ഞ് പ്രവർത്തകർ ഏറ്റുമുട്ടിയിരുന്നു. 2024 ഒക്ടോബറിലാണ് ഹരിയാന നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുക. നയാബ് സിംഗ് സൈനി മുഖ്യമന്ത്രിയായ BJP സർക്കാരാണ് ഇപ്പോൾ ഹരിയാന ഭരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ വീഡിയോകൾ ഉടനടി ലഭ്യമാകുന്നതിന് സബ്സ്ക്രൈബ് ബട്ടണിലെ ഓൾ ഐക്കൺ എനാബിൾ ചെയ്യാനും മറക്കരുത്.